ഹലോ, ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വെറൈറ്റി ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാതെ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മാത്രം ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് അര കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ബീറ്റ്റൂട്ട്, ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ നമ്മൾ ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു കപ്പ് അളവിൽ നമ്മൾ ഉരുളക്കിഴങ്ങില്ലേ അത് വേവിച്ച് ഉടച്ചതെടുക്കുക. ഒരു അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് മതിയായിരിക്കും. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല. പിന്നെ ഇട്ട് കൊടുത്തത് ഉപ്പാണ് കേട്ടോ. ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇട്ട് കൊടുത്തതെന്ന് പറഞ്ഞാൽ ടൊമാറ്റോ കെച്ചപ്പാണ്. അതൊരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് കൈകൊണ്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ആ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഇനി നമുക്കിത് മുക്കിയെടുക്കാനുള്ളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൊന്ന് കലക്കിയെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് ഈ ബാറ്ററിൽ നമ്മളിതൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നൂഡിൽസാണ്. ഇത് നമ്മൾ വേവിച്ച് എടുത്ത് വെള്ളമൊക്കെ നനവൊക്കെ മാറ്റി ഒക്കെ വെച്ചിരിക്കുന്ന നൂഡിൽസാണ് കേട്ടോ. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും മസാലയൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഈ നൂഡിൽസിനകത്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതാണ് ഇത്തിരി മെനക്കേടുള്ള ടാസ്ക്. അപ്പോൾ നമ്മളത് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ അതൊന്നും എടുത്താൽ ഇത് കാണാനും നല്ല ലുക്കാണ്. അതുപോലെ തന്നെ നൂഡിൽസ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു ക്രിസ്പിനെസ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മളിത് തിരിച്ചു മറിച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പുറമേ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി കഴിഞ്ഞിട്ടില്ല, ഇനി ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരി എടുക്കാം. ഈ ഒരു ഈവനിങ് സ്നാക്കിന് ഒരു അടിപൊളി പേരൊന്ന് സജസ്റ്റ് ചെയ്യണേ. ഇനി ഇതിലേക്ക് നമ്മൾ മാഗി മേടിച്ച മസാല ഉണ്ടല്ലോ, ആ മസാല ഇതിലേക്കൊന്ന് മുകളിലായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.